ഹലോ എവ്രി വൺ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു സ്ട്രെസ് മാനേജ്മെൻറ്റ് ടിപ്സിനെ പറ്റി സംസാരിക്കാനാണ്. ഇത് ഇപ്പോൾ ഞാനിത് പറയാനുള്ള കാര്യവും എൻ്റെ കൗൺസിലിംഗ് ഈ ലോക്ക്ഡൗൺ സമയത്ത് ഉണ്ടായിട്ടുള്ള കൗൺസിലിംഗ് കേസസിൻ്റെ ഒരു റിഫ്ലക്ഷനാണ്. അവർ കൂടുതലും ഏതൊക്കെ പ്രശ്നങ്ങളിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരുന്നത് എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ടിപ്സ് ഞാൻ കൊണ്ടുവരുന്നത്. അപ്പം ഈ സ്ട്രെസ് മാനേജ്മെൻറ്റ് ടിപ്സ് എന്ന് പറയുന്നത് നമ്മുടെ ലോക്ക്ഡൗൺ കാലയളവ് തീരുന്നത് വരെ ചെയ്യാനുള്ള കാര്യങ്ങളാണ്. അപ്പം യൂഷ്വലി ഓരോരുത്തർ ടിപ്സ് പറയുമ്പം എന്തൊക്കെ ചെയ്യണം എന്നുള്ളതാണ് പറയുന്നത്. അപ്പം ഞാൻ ഇപ്പോൾ പറയാൻ പോകുന്നത് എന്തൊക്കെ നിങ്ങൾ ചെയ്യാൻ പാടില്ല, ലോക്ക്ഡൗൺ കാലയളവിൽ നിങ്ങൾ എന്തൊക്കെ ചെയ്യാൻ പാടില്ല എന്നുള്ളതിനെ പറ്റിയിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. ഒരു 6 പോയിൻറ്റ്സ് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ഒരുപാട് പറയാനാണെങ്കിൽ ഒരുപാട് പോയിൻറ്റ്സ് ഉണ്ട്, പക്ഷേ മേജറായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള 6 ടിപ്സാണ്. അത് ഞാൻ പറയാം. സോ ഫസ്റ്റ് വൺ ഈസ് നമ്മുടെ തോട്ട് പ്രോസസ്സ്, നമ്മുടെ ചിന്താഗതി. ഈ ഒരു പാൻഡമിക് കാരണം നമുക്കുണ്ടാവുന്ന ഒരു ആങ്സൈറ്റി ഉണ്ട്. എനിക്ക് അസുഖമുണ്ടോ, എനിക്ക് പുറത്തിറങ്ങാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ എനിക്ക് ജോലി ചെയ്യാൻ പറ്റുന്നില്ല, എൻ്റെ ജോലി നഷ്ടപ്പെട്ടു, അങ്ങനെ ഒരുപാട് ടെൻഷൻസും ആങ്സൈറ്റീസും നമുക്കുണ്ട്. പിന്നെ അതുപോലെ തന്നെയുള്ളൊരു ചിന്താഗതിയാണ് എനിക്ക് മാത്രമാണ് ഈ പ്രശ്നം ഉണ്ടാവുന്നത്, ബാക്കിയുള്ളവർക്കൊന്നും ഇത്ര പ്രശ്നമില്ല. ഇതൊക്കെ നമുക്ക് ആങ്സൈറ്റി കൂട്ടുന്ന ഒരു വിശ്വാസമാണ്. അപ്പം നമ്മുടെ ആ ബിലീഫാണ് നമ്മൾ ബ്രേക്ക് ചെയ്യേണ്ടത്. ഇത് നമുക്ക് മാത്രമുള്ളൊരു പ്രശ്നമല്ല, ലോകം മൊത്തം വ്യാപിച്ച് കിടക്കുന്ന ഒരു പാൻഡമിക്കാണ്. എല്ലായിടത്തും പ്രശ്നങ്ങളാണ്. അങ്ങനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ എനിക്ക് അത്രയും പ്രശ്നമില്ല എന്ന് നിങ്ങൾ റിയലൈസ് ചെയ്യണം. അങ്ങനെ റിയലൈസ് ചെയ്യണമെങ്കിൽ ചുറ്റുമുള്ള ആൾക്കാരുടെ അനുഭവങ്ങൾ, അല്ലെങ്കിൽ അവരെന്തൊക്കെ ബുദ്ധിമുട്ടാണ് അനുഭവിക്കുന്നത് എന്നുള്ളത് ഒന്ന് ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതായിരിക്കും. അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് വളരെ ബുദ്ധിമുട്ടുകൾ കുറവാണ്. അപ്പോൾ ആ ഒരു റിയലൈസേഷൻ വളരെ ഒരു പോസിറ്റീവ് തോട്ടാണ്. അതുമാത്രമല്ല, ലോകത്തിലെ ഏറ്റവും സേഫായിട്ട് നിൽക്കുന്ന ഒരു സ്ഥലം തന്നെയാണ് കേരളം. ഈവൻ വേൾഡ് വൈഡിൽ തന്നെ അത് പറഞ്ഞിട്ടുണ്ട്. കേരളത്തിൽ എങ്ങനെയാണത് മാനേജ് ചെയ്യുന്നത്, നമ്മൾ എത്രത്തോളം സേഫ് ആണെന്നുള്ളത് നമുക്ക് കുറച്ചും കൂടി നമ്മൾ ട്രസ്റ്റ് ചെയ്യണം. യെസ്, വി ആർ സേഫ്. അപ്പോൾ ആ ഒരു തോട്ട് പ്രോസസ്സ് ഉണ്ടെങ്കിൽ തന്നെ ബാക്കി എല്ലാ ടെൻഷൻസിൽ നിന്നും ഒഴിവാക്കാൻ ഈ ഒരു പോസിറ്റീവ് തോട്ട് വളരെയധികം നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. നമ്മൾ മറ്റുള്ളവരോട് ഇൻട്രാക്ട് ചെയ്യുന്നത് പോലും, അല്ലെങ്കിൽ ആൾക്കാരോട് സംസാരിക്കുന്നതും നമ്മളൊരു ജോലി ചെയ്യുന്നതിലൊക്കെ ഈ ഒരു വിശ്വാസം നമുക്ക് ഭയങ്കരമായിട്ട് ഉണ്ടാകും. സോ നമ്മൾ അവോയ്ഡ് ചെയ്യേണ്ട ഒരു തോട്ട് പ്രോസസ്സാണ് ഇത്. എനിക്ക് മാത്രമുള്ള ഒരു വിഷയമാണെന്നുള്ള തോട്ട് പ്രോസസ്സാണ് നമ്മൾ അവോയ്ഡ് ചെയ്യേണ്ടത്. സെക്കൻഡ് തിങ് അവോയ്ഡ് ചെയ്യേണ്ടത് നമ്മുടെ ഷെഡ്യൂളുകൾ. നമ്മൾ ജോലി ഉണ്ടായിരുന്ന സമയത്തും, അല്ലെങ്കിൽ പുറത്ത് പോയിക്കൊണ്ടിരുന്ന സമയത്തും, പഠിക്കാൻ പോയിക്കൊണ്ടിരുന്ന സമയത്തും ഉണ്ടായിരുന്ന ഒരു ഷെഡ്യൂളിൽ നിന്നും വളരെയധികം മാറ്റം വരുത്തുക. എന്നിട്ട് വളരെ ലേസിയായി മാറുക. ഇത് 2 മാസം തുടർച്ചയായിട്ട് ചെയ്ത് കഴിയുമ്പോൾ, പോട്ടെ ഒരു 21 ഡേയ്സ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമ്മുടെ ഹാബിറ്റ് മൊത്തത്തിൽ പോകും, നമ്മുടെ ഷെഡ്യൂൾ മൊത്തത്തിൽ തകിടമറിയും. അങ്ങനെ ആകുമ്പോൾ തന്നെ നമ്മൾ ഗ്രാജുവലി 1 മന്തൊക്കെ കഴിയുമ്പോഴേ ലേസിയായി മാറും. നമ്മുടെ ഹെൽത്തിനെ, മെൻ്റൽ ഹെൽത്ത് മാത്രമല്ല നമ്മുടെ ഫിസിക്കൽ ഹെൽത്തിനെ അത് വല്ലാണ്ട് ബാധിക്കും. സോ നിങ്ങൾക്ക് പുറത്തോട്ട് പോകണ്ട എങ്കിലും നിങ്ങൾ രാവിലെ എങ്ങനെയൊക്കെയാണോ ചെയ്തുകൊണ്ടിരുന്നത് അതുപോലെ തന്നെ സമയത്ത് എണീക്കുക, കുളിക്കുക, കഴിക്കുക, ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം അതാത് കൃത്യസമയത്ത് തന്നെ ചെയ്തുകൊണ്ടിരിക്കുക. ഒരു കാരണവശാലും നിങ്ങളുടെ ഷെഡ്യൂളുകൾ നിങ്ങൾ മാറ്റാൻ പാടില്ല. പ്രത്യേകിച്ച് ഇത് എഫക്റ്റ് ചെയ്യുന്ന കുട്ടികളെയാണ്. അപ്പോൾ എൻ്റെ അടുത്ത് വന്നിട്ടുള്ള കേസസിൽ പലപ്പോഴും കുട്ടികൾ ഭയങ്കരമായിട്ട് മടി കാണിക്കുന്നു എന്നുള്ളൊരു വിഷയമാണ് അവർ പറയുന്നത്. അപ്പോൾ ഇതിന് കാരണമുണ്ട്. അങ്ങനെ മടി കാണിക്കാനുള്ള കാര്യം എന്ന് വെച്ചാൽ 2 മാസത്തോളം ആ കുട്ടി ഇഷ്ടമുള്ള രീതിയിലെല്ലാം ചെയ്തുകൊണ്ടിരുന്നു, ലേസി ആയിട്ടിരുന്നു. എന്നിട്ട് 3-ാമത്തെ മാസം വന്നിട്ട് പ്രശ്നം പറയുമ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഈ ഒരു ഷെഡ്യൂളുകൾ ഒരിക്കലും തെറ്റിക്കരുത്. കുട്ടികളാണെങ്കിൽ നമ്മൾ പേരൻസിനെ തന്നെയാണ്, അവരുടെ റെസ്പോൺസിബിലിറ്റി തന്നെയാണ് കുട്ടികളെ കൊണ്ട് കൃത്യമായ ഷെഡ്യൂളുകൾ ചെയ്യിപ്പിക്കുക, കുറച്ച് സ്ട്രിക്റ്റ് ആവുക. വെക്കേഷൻ ടൈമിലുള്ള കണക്കല്ല. നമുക്ക് വെക്കേഷൻ ടൈമിൽ അറ്റ്ലീസ്റ്റ് നമുക്ക് പുറത്തെങ്കിലും പോയി കളിക്കാൻ പറ്റും. ഇപ്പോൾ അതും പറ്റത്തില്ല. സോ വീട്ടിനകത്ത് തന്നെ ഇരിക്കുകയാണ്. അപ്പോൾ ആ ഷെഡ്യൂൾ ഫോളോ ചെയ്തില്ലെന്നുണ്ടെങ്കിൽ കുട്ടികൾ പല കാര്യങ്ങളിലും അഡിക്റ്റായി മാറും. മൊബൈൽ, TV, അത് ഞാൻ വേറൊരു പോയിന്റിൽ പറയുന്നുണ്ട്. അപ്പോൾ അതുണ്ടാവാതിരിക്കാൻ കുട്ടികളെ സ്ട്രിക്റ്റായിട്ട് ഷെഡ്യൂൾ ഫോളോ ചെയ്യാൻ പറയുക. വലിയവരും അത് കാണിച്ചു കൊടുക്കുക. നിങ്ങൾ റോൾ മോഡൽസ് ആയാൽ മാത്രമേ കുട്ടികൾ അത് ഫോളോ ചെയ്യത്തുള്ളൂ. കുട്ടികളെ നേരത്തെ എണീപ്പിച്ചിട്ട് നിങ്ങൾ ലേറ്റായിട്ട് എണീറ്റാൽ, അല്ലെങ്കിൽ കുട്ടികളെ നേരത്തെ ഉറക്കിയിട്ട് നിങ്ങൾ രാത്രി ലേറ്റായിട്ടിരുന്നാൽ കുട്ടികൾ കേൾക്കില്ല. ഇപ്പോഴത്തെ കുട്ടികളാണ്, അവർ നിങ്ങളെ കണ്ടാണ് പഠിക്കുന്നത്. റോൾ മോഡൽസ് ആവുക, ഷെഡ്യൂളുകൾ തെറ്റിക്കുന്നത് നിർത്തുക. തേർഡ് പോയിന്റ് എന്ന് പറയുന്നത് ഇൻഫോർമേഷൻ ഓവർലോഡാണ്. ചില ആൾക്കാർക്കൊരു ശീലമുണ്ട്, രാവിലെ എണീറ്റ് വന്ന ഉടനെ TV ഇടും, പ്രത്യേകിച്ച് ന്യൂസ് ആയിരിക്കും ഇടുന്നത്. ഇതിങ്ങനെ ബാക്ക്ഗ്രൗണ്ടിൽ കളിച്ചുകൊണ്ടിരിക്കും. രാവിലെ എന്നില്ല, ഉച്ചയ്ക്കെന്നില്ല, വൈകിട്ട് രാത്രി കിടക്കുമ്പോഴായിരിക്കും ഇത് ഓഫ് ചെയ്യുന്നത്. ഇത് നിങ്ങൾ പോലും അറിയാതെ നിങ്ങളിൽ ഉണ്ടാകുന്ന ഒരു വലിയ സ്ട്രെസ്സിൻ്റെ ഒരു ഭാഗമാണ്. നിങ്ങൾ പോലും അറിയാതെ ഒരുപാട് ആവശ്യമില്ലാത്ത ഇൻഫോർമേഷൻ നിങ്ങളുടെ ഉള്ളിൽ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുക. പ്രത്യേകിച്ചും എല്ലാ ചാനലും കോവിഡ് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് തന്നെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ പോലും അറിയാതെ ഒരു 2-3 ദിവസം കഴിയുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ഒരു ഭയങ്കര ടെൻഷനും ആങ്സൈറ്റിയും വരും. അത് വരുമ്പോൾ വരുന്നത് ഹാർട്ട് അറ്റാക്ക് അല്ല ഹാർട്ട് ബീറ്റ്സ് കൂടുന്ന നടക്കും, വിയർപ്പ്,
പെട്ടെന്ന് ഇടയ്ക്കിടയ്ക്ക് ബാത്റൂമിൽ പോകണം, തൊണ്ട വരളുന്ന കണക്കോ, നിങ്ങൾക്ക് പനിയുള്ള കണക്കോ, ഒന്ന് തുമ്മിയാൽ തന്നെ എനിക്കുണ്ടോ കോവിഡ് എന്നുള്ള രീതിയിലുള്ള ആങ്സൈറ്റി ഉണ്ടാക്കാനൊക്കെ ഈ ന്യൂസ് സ്ഥിരമായി കാണുന്നത് വലിയ രീതിയിൽ എഫക്റ്റ് ചെയ്യും. സോ നിങ്ങൾ ദയവ് ചെയ്ത് ന്യൂസ് കാണുന്നത് നിർത്തുക. കംപ്ലീറ്റായിട്ട് ഒഴിവാക്കാൻ ഞാൻ പറയുന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ വൈകിട്ടത്തെ സമയത്ത് ജസ്റ്റ് ഒരു 10-15 മിനിറ്റ് അന്നത്തെ ദിവസത്തെ കാര്യങ്ങളെ ഒന്ന് ഒന്ന് പറയുന്ന രീതിയിലുള്ള ന്യൂസുകൾ കാണാം. അതിൽ കുഴപ്പമില്ല. പക്ഷെ അതിൽ കൂടുതൽ ന്യൂസുകൾ നിങ്ങൾ വയ്ക്കാതിരിക്കുക. ബാക്കിയുള്ള വേറെ ന്യൂസുകൾ കാണാം, വേറെ നല്ല ഡിബേറ്റ്സോ വേറെ ടോപ്പിക്സിനെ പറ്റിയിട്ടുള്ള ഡിബേറ്റ്സോ ഒക്കെ ഉണ്ടെങ്കിൽ അത് കാണുന്നതിൽ കുഴപ്പമില്ല. പക്ഷേ കോവിഡുമായിട്ട് ബന്ധപ്പെട്ടുള്ള ന്യൂസുകൾ 10-15 മിനിറ്റിനകം കണ്ടു തീർക്കുക. അതല്ലാണ്ട് വേറെ ഒരു സമയത്തും അത് കാണാൻ നിൽക്കരുത്. അത്തരം ന്യൂസുകൾ അവോയ്ഡ് ചെയ്യുക. ഫോർത്ത് വൺ എന്ന് പറയുന്നത് എക്സസൈസ് ആൻഡ് ഫുഡ്. ഒരുപാട് സമയം ഉള്ളതുകൊണ്ട് തന്നെ പലരും ഫുഡ് ഐറ്റംസ് ട്രൈ ചെയ്യുന്നുണ്ട്, പുതിയ പുതിയ ഫുഡ് ഐറ്റംസ്. അത് ട്രൈ ചെയ്യുകയും ചെയ്യും, അത് കഴിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പം ഈ കഴിക്കുന്നത് മാത്രമേ ഉള്ളൂ, ഇത് എക്സസൈസ് ആയിട്ട് ഇത് ഫാറ്റ് ബേൺ ആവുന്നില്ല. അപ്പം ഇത് കാരണം നിങ്ങളുടെ ഉള്ളിൽ ഫാറ്റ് കണ്ടൻറ്റ് കൂടുകയും നിങ്ങൾ കുറച്ചും കൂടെ വെയിറ്റ് കൂടുകയും നിങ്ങൾ കുറച്ചും കൂടി ലെത്താർജിക് ആകും, ഭയങ്കര ലേസി ആയി മാറുന്ന ഒരു രീതി വരും. അപ്പം നമ്മുടെ ഹെൽത്ത് ഗ്രാജുവലി കുറയുകയും ചെയ്യുമ്പോൾ നിങ്ങളുടെ മെൻ്റൽ ഹെൽത്തും അതുപോലെ തന്നെ എഫക്റ്റഡ് ആവും. മടിയന്മാരാവും. ഈവൻ ചിന്തിക്കുന്നത് പോലും നിങ്ങൾക്ക് മടിയാണ്. നിങ്ങൾക്കൊന്നും ചെയ്യാം. ഇങ്ങനെ ടി വിയുടെ മുന്നിരുന്ന് ഇങ്ങനെ സർഫ് ചെയ്തുകൊണ്ടിരുന്ന് തിന്നുകൊണ്ടിരിക്കുന്ന ഒരു രീതി നിങ്ങളുടെ ഉള്ളിലുണ്ടാകും. തീർച്ചയായിട്ടും നിങ്ങൾ അവോയ്ഡ് ചെയ്യേണ്ട ഒരു കാര്യമാണ് അമിതമായ ആഹാരം കഴിക്കുക. ആവശ്യത്തിന് മാത്രം ആഹാരം കഴിക്കുക. കാരണം വിശപ്പ് മാറ്റാനുള്ള ആഹാരം മാത്രം നിങ്ങൾ കഴിച്ചാൽ മതി. കൂടുതൽ ആഹാരം കഴിക്കുന്ന ഒരു രീതി ഇപ്പോഴും ഇതും ഞാൻ വീണ്ടും പറഞ്ഞത്, കുട്ടികൾക്ക് 2 മാസമൊക്കെ കഴിയുമ്പോൾ വളരെയധികം വണ്ണം കൂടുന്ന രീതിയിലോട്ട് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് തന്നെയാണ് മുതിർന്നവർക്ക്. ഞാനും കണ്ടിട്ടുണ്ട്. ഇപ്പോൾ 2 മാസം കഴിഞ്ഞ് ഞാൻ കാണുന്ന പലരും വണ്ണം വല്ലാണ്ട് കൂടിയിട്ട് ഇരിക്കുക. അപ്പം അവർ പറയുന്ന എക്സ്ക്യൂസ് എന്താണ്? അവർ പറയുന്ന എക്സ്ക്യൂസ് അപ്പം ജോലിയില്ലല്ലോ, ജോലി ആകുമ്പോഴത്തേക്കും ശരിയാവും. ഇല്ല, ജോലി ആകുമ്പോഴത്തേക്കും ശരിയാവണമെന്നില്ല, ജോലി തുടങ്ങുമ്പോഴത്തേക്കും ശരിയാവണമെന്നില്ല. നിങ്ങൾക്ക് ഓൾറെഡി നിങ്ങളുടെ ഹെൽത്തിൽ നിങ്ങളൊരു പ്രശ്നം ഉണ്ടാക്കി വച്ചിരിക്കുകയാണ് ഈ അമിതമായ ഫുഡ് കഴിച്ച്. അത് മാറാൻ ചിലപ്പോൾ ബാഹ്യമായിട്ട് പുറമേ അത് മാറുമെങ്കിലും നിങ്ങളുടെ ഉള്ളിൽ ആ ഒരു പ്രശ്നം വളരെ രൂക്ഷമായിട്ട് ഉണ്ടാക്കും. സോ തീർച്ചയായിട്ടും നിങ്ങൾ അത്തരം ഫുഡ് ബിഞ്ച് ഈറ്റിംഗ് എന്ന് പറയും, അങ്ങനെ ചുമ്മാ വാരി വലിച്ച് കഴിക്കാതിരിക്കുക. ആവശ്യത്തിന് മാത്രം കഴിക്കുക. ഇടയ്ക്ക് വല്ലപ്പോഴും ഒരു സ്പെഷ്യൽ ലഞ്ചോ ഡിന്നറോ കഴിക്കുന്നതിന് കുഴപ്പമില്ല. പക്ഷേ സ്ഥിരമായി വളരെ ഹെൽത്തി ഫുഡ് ഫോളോ ചെയ്യുക. ആ ഹെൽത്തി ഫുഡ് ടിപ്സ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി, ഞാൻ അതിനൊരു വീഡിയോ ഇടാം. അത് ഫോളോ ചെയ്യുക. സോ തീർച്ചയായിട്ടും അത്തരം ഈറ്റിംഗ് ഹാബിറ്റ്സ് നിങ്ങൾ നിർത്തുക. പിന്നെ ഉള്ളത് അഡിക്ഷനാണ്. സ്ഥിരമായി മൊബൈൽ ഗെയിം അഡിക്ഷനിലോട്ട് മാറുന്നു. അത് വലിയവരും മാറുന്നു എന്നുള്ളതാണ് ഏറ്റവും കോമഡി ആയിട്ടുള്ള കാര്യം. ഇത് കണ്ടിരുന്ന് നിങ്ങൾക്ക് വേറൊന്നും ചെയ്യാനില്ലാത്തതുകൊണ്ട് ഇതിങ്ങനെ ഒന്നുകിൽ ഫേസ്ബുക്ക് അല്ലെങ്കിൽ യൂട്യൂബ് അല്ലെങ്കിൽ ഗെയിംസ്, ഇതിൽ അഡിക്റ്റഡ് ആകുമ്പോൾ നമുക്കുണ്ടാകുന്ന വീണ്ടും ബ്രെയിൻ അവിടെ എഫക്റ്റഡ് ആവുകയാണ്. കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഫോണിൽ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കും നമ്മുടെ ബ്രെയിൻ എഫക്റ്റ് ചെയ്യും, നമ്മുടെ സ്ലീപ്പിനെ വരെ എഫക്റ്റ് ചെയ്യും. പലരും രാത്രി ഉറങ്ങാതിരുന്ന് ഗെയിം കളിക്കുന്നുണ്ട്. ഇതൊക്കെ നമ്മുടെ ബ്രെയിനിനെ വല്ലാണ്ട് എഫക്റ്റ് ചെയ്യുന്നുണ്ട്. അതൊക്കെ വലിയ ടോപ്പിക്സാണ്, പറയാനാണെങ്കിൽ ഒരുപാടുണ്ട്. നമ്മുടെ ബ്രെയിനിനെ ശരിക്കും പറഞ്ഞാൽ വളരെ കോംപ്ലെക്സ് അല്ലെങ്കിൽ വളരെ സ്ട്രെയിൻ ആക്കുന്ന ഗെയിംസുകളാണ് ഇപ്പോൾ പലരും കളിക്കുന്നത്. അപ്പം അത്തരം നിങ്ങൾക്ക് സമയം പോകണമെന്നുണ്ടെങ്കിൽ കളിക്കുന്നതിന് കുഴപ്പമില്ല, പക്ഷെ അത് പ്രിസ്ക്രൈബ്ഡ് ആയിട്ട് ടൈം വെച്ച് കളിക്കുക. ദയവ് ചെയ്ത് അത്തരം ഗെയിംസ് ഒഴിവാക്കുക. ഒരു കാരണവശാലും അത് കാരണം നിങ്ങൾ ആരുടെ അടുത്ത് സംസാരിക്കത്തുമില്ല. നിങ്ങൾ പൊതുവേ ഉൾവലിഞ്ഞ് നിൽക്കും, ആരോട് സംസാരിക്കാത്തൊരവസ്ഥയിലോട്ട് വരും. വീണ്ടും അത് ഫാമിലിയിൽ വിഷയങ്ങളാവും. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, നിങ്ങളുടെ ഫാമിലി നിങ്ങളുടെ ഗെയിം കളി കാരണം അല്ലെങ്കിൽ നിങ്ങളുടെ ടി വി അഡിക്ഷൻ കാരണം വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു. കാരണം നിങ്ങളെല്ലാവരും ഇപ്പോൾ വീട്ടിലാണ്. സോ ദയവ് ചെയ്ത് അത് ഒഴിവാക്കുക. പിന്നെ നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഓവർ തിങ്കിങ് ആണ്. ഓവർ തിങ്കിങ് ഇൻ ദ സെൻസ്, നമുക്ക് മാറ്റം വരുത്താൻ പറ്റുന്ന കാര്യങ്ങളെപ്പറ്റി ചിന്തിച്ചാൽ മതി. മാറ്റം വരുത്താൻ പറ്റാത്ത കാര്യങ്ങളെപ്പറ്റി നമ്മൾ ചിന്തിക്കേണ്ട കാര്യമില്ല. ഇപ്പോൾ എന്തെങ്കിലും ഒരു വിഷയം കേൾക്കുകയാണെങ്കിൽ നമുക്കതിനെപ്പറ്റി വല്ലതും ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യുക. ഇപ്പോൾ ടെൻഷനില്ലല്ലോ. നമുക്കതിനെപ്പറ്റി ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ചെയ്യണ്ട, അതവിടെ ഇരിക്കട്ടെ. അപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെപ്പറ്റി നമ്മൾ ചിന്തിച്ചാൽ മതി, എന്നിട്ട് അത് ചെയ്യുക. അപ്പോൾ ടെൻഷൻ ഉണ്ടാവില്ല. നമ്മളെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റാത്ത ചില കാര്യങ്ങളുണ്ടെങ്കിൽ അത് ഒഴിവാക്കുക. ഞാൻ പറയാൻ കാര്യം വെച്ചാൽ ഇപ്പം സൂയിസൈഡ് റേറ്റ്സിൻ്റെ കാര്യവും അതുപോലെ തന്നെ അതുപോലത്തെ ന്യൂസുകളൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾ കിടന്ന് ഇങ്ങനെ ആദി പിടിക്കരുത്. അത് ഒരാളത് ചെയ്തുവെങ്കിൽ നിങ്ങൾക്കൊന്നും അതിനകത്ത് ചെയ്യാനില്ല. നിങ്ങൾക്ക് ആകെ ചെയ്യാനുള്ള കാര്യം നിങ്ങളുടെ ചുറ്റിനുമുള്ള, നിങ്ങൾക്ക് സ്നേഹമുള്ള, നിങ്ങൾക്ക് പരിചയമുള്ള ആൾക്കാരെ നിങ്ങൾ വിളിക്കുകയും സംസാരിക്കുകയും അവർക്ക് എന്തെങ്കിലും വിഷയങ്ങളുണ്ടോ എന്ന് ചിന്തിക്കുകയും ചെയ്താൽ നല്ല കാര്യം. അല്ലാതെ നമ്മളെക്കൊണ്ട് ഒക്കാത്ത കാര്യങ്ങളെപ്പറ്റി ചിന്തിച്ച് നമ്മുടെ മനസ്സ് വഷളാക്കി വയ്ക്കാതിരിക്കുക. അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഞാനെല്ലാം പറഞ്ഞെന്ന് തോന്നുന്നു. ഇത്രയും കാര്യങ്ങളാണ് മേജറായിട്ട്
അവോയ്ഡ് ചെയ്യേണ്ട കാര്യങ്ങൾ. അത് ഈ ലോക്ക്ഡൗൺ കാലയളവിലാണ് എനിക്ക് ഈ മേജറായിട്ടുള്ള കാര്യങ്ങൾ വന്നത്. ഈ ഇപ്പം അഡിക്ഷൻ വന്ന് പ്രശ്നങ്ങൾ വന്ന കുട്ടികൾ എൻ്റെ അടുത്ത് വന്നിട്ടുണ്ട്. ഷെഡ്യൂൾ തെറ്റിയിട്ട് വളരെയധികം പേഴ്സണാലിറ്റിയിൽ തന്നെ മാറ്റങ്ങൾ വരുത്തിയിട്ടുള്ള മുതിർന്ന ആൾക്കാർ എന്നിൽ വന്നിട്ടുണ്ട്. ഈ ന്യൂസ് കൂടുതൽ കണ്ട് ആങ്സൈറ്റി കൂടിയ ആൾക്കാർ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ടിപ്സ് അവർക്ക് കൊടുത്തപ്പോൾ അവരിൽ മാറ്റങ്ങളുണ്ടായി. അപ്പോൾ നിങ്ങളിലും ഇത് ഹെൽപ്ഫുൾ ആവുമെന്ന് ഞാൻ കരുതുന്നു. സോ അടുത്ത വീഡിയോ കാണുന്നത് വരെ താങ്ക് യു.